കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം ഇന്ത്യക്കാരും പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോഴിതാ അവർക്ക് വമ്പൻ അവസരം എത്തിയിരിക്കുകയാണ്. തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ഇറ്റലിയും ജർമ്മനിയും വിദേശീയർക്ക് കൂടുതൽ തൊഴിൽ വിസകൾ അനുവദിക്കുമെന്ന് റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. ജർമ്മനി 22,422 ഇറ്റലി 10,000 വിസകളുമാണ് ഈ വർഷം ഇഷ്യൂ ചെയ്യുന്നത്. തൊഴിലാളി ക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും വിസ കോട്ട ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലന്വേഷകർക്ക് ഇത് പ്രയോജനം ചെയ്യും. ജർമ്മനിയിൽ 4 ലക്ഷത്തോളം പുതിയ തൊഴിൽ അവസരങ്ങളുണ്ടെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒഴിവുകൾ നികത്താൻ ലക്ഷ്യമിട്ടാണ് തൊഴിൽ വിസകൾ 10% കൂടി ഉയർത്തുന്നത്. 2023 ജർമ്മനി 1,77,000 2024 2 ലക്ഷവും തൊഴിൽ വിസകളാണ് ഇഷ്യൂ ചെയ്തത്. ഇറ്റലിയും 10,000 തൊഴിൽ വിസകൾ കൂടി പ്രഖ്യാപിച്ചത് തൊഴിൽ വിപണിയിലെ ആവശ്യകത നിറവേറ്റാൻ ലക്ഷ്യമിട്ടാണ്. 10,000 പുതിയ വിസകൾ കൂടി നൽകുന്നതോടെ ഈ വർഷം ഇറ്റലി ഇഷ്യൂ ചെയ്യുന്ന തൊഴിൽ വിസകളുടെ എണ്ണം 1,65,000 ആകും. ഈ വർഷം 93,550 സീസണൽ വർക്ക് വിസകൾ കൂടി ഇഷ്യൂ ചെയ്യുവാനുള്ള പദ്ധതിയിലാണ് ഇറ്റലി. പ്രത്യേകിച്ചും കൃഷി, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലേക്കാണ് ഈ വിസകളെന്നാണ് വിവരം. ഇറ്റലിയിലേക്ക് കൂടുതൽ വിദേശ തൊഴിലാളികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് തൊഴിൽ വിസകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനുള്ള 3 വർഷത്തെ പദ്ധതിയുടെ ഭാഗമാണിത്. 2023 1,36,000 2024 1,51,000 വിസകളാണ് ഇറ്റലി ഇഷ്യൂ ചെയ്തത്. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ തൊഴിലാളി ക്ഷാമം നേരിടുന്നുണ്ടെങ്കിലും കൂടുതലായി വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത് ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ജർമ്മനിയും ഇറ്റലിയുമാണ്. ഭാഷാ പരിജ്ഞാനത്തിൽ കടുംപിടുത്തമില്ലാതെ തന്നെ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ വിദേശികൾക്ക് അനുമതി നൽകുന്ന ഓപ്പർച്യൂണിറ്റി കാർഡും ജർമ്മനി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.